64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മുഖ്യാതിഥിയായി എത്തിയ നടൻ മോഹൻലാലിന് സമ്മാനം നൽകിയ തൃശൂർ സ്വദേശി MG നാരായൺ വൈറലായിരിക്കുകയാണ്. മോഹൻലാലിൻ്റെയും അമ്മയുടെയും രൂപമാണ് നാരായൺ സമ്മാനിച്ചത്. കാണാം MG നാരായണൻ്റെ വിശേഷങ്ങൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ താണിക്കുടത്തുള്ള നാരായണേട്ടൻ്റെ വീട്ടിലാണ്. MG നാരായണൻ എന്ന ആർട്ടിസ്റ്റിൻ്റെ വീട്ടിൽ. ഈ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടു കൂടി അദ്ദേഹം വൈറലായി മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതായത് മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാൽ ഇവിടെ എത്തിയ ശേഷം അദ്ദേഹത്തിന് നാരായണേട്ടൻ ഒരു സമ്മാനം നൽകി. ആ സമ്മാനം നൽകിയതിന് ശേഷം സമൂഹ മാധ്യമങ്ങളടക്കം നാരായണേട്ടൻ ഇപ്പോൾ വൈറലാണ്. എന്ത് സമ്മാനമാണ് നൽകിയത്, ആ സമ്മാനം നൽകിയപ്പോൾ മോഹൻലാൽ എന്താണ് പറഞ്ഞത് എന്നുള്ളത് നമുക്കറിയണം. അത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. എന്താണ് നൽകിയത്, അത് നൽകിയപ്പോൾ മോഹൻലാൽ പറഞ്ഞതെന്താണ്? അദ്ദേഹത്തിന് ആദ്യമായിട്ട് നൽകിയത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഒരു ചിത്രം മുട്ടത്തോടിൽ വരച്ച് ഒരു ബൾബിനകത്താക്കി അതൊരു ചെടിയും പൂവും ആ പൂവിനകത്ത് സ്ഥാപിച്ച് അതാണ് അദ്ദേഹത്തിന് ആദ്യം കൊടുത്തത്. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് എൻ്റെ അമ്മയാണല്ലോ എന്ന് പറഞ്ഞു. വലിയൊരു ഭാഗ്യം. രണ്ടാമതായിട്ട് കൊടുത്തതാണ് അദ്ദേഹത്തിൻ്റെ കുപ്പിക്കകത്താക്കിയ ശില്പം. അപ്പോൾ പറഞ്ഞത് എന്നെ കുപ്പിയിലാക്കിയല്ലോ എന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു ഞാനിത് മുന്നേ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു വലിയ ഭാഗ്യമായി ഇത് കൊടുക്കാൻ കഴിഞ്ഞത്. നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും മോഹൻലാലിൻ്റെ, നടൻ മോഹൻലാലിൻ്റെ തന്നെ അമ്മയുടെ ഒരു രൂപം ഉണ്ടാക്കിയിരിക്കുന്നു. മുട്ടത്തോടിലാണ് ആ ഒരു രൂപം ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെ ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇത് മരത്തിൽ ഉണ്ടാക്കിയ ഒരു പൂവ്, മുട്ടത്തോടിൽ തന്നെയാണ് ചിത്രം വരച്ചിട്ടുള്ളത്. ഒരു ബൾബിനകത്ത് ഫിറ്റ് ചെയ്തിട്ട് ആ പൂവിൻ്റെ നടുവിൽ അതിനെ പിടിപ്പിച്ചിരിക്കുകയാണ്. ഇത് ആദ്യം ഞാൻ വരച്ചതാണ്. അപ്പോൾ അന്ന് വരച്ചപ്പോൾ അത് നമ്മളൊരു ചിത്രം ചെയ്യുമ്പോൾ എപ്പോഴും പുതിയ, അതായത് ഇപ്പോൾ നിലവിലുള്ള ഒരു പ്രായത്തിനനുസരിച്ചുള്ളൊരു ചിത്രമാണ് നമ്മൾ സാധാരണ ചെയ്യുക. പക്ഷേ ഈ ചിത്രം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇത് കുറേ അധികം പ്രായമുള്ളതും അദ്ദേഹത്തിൻ്റെ കുറച്ച് ആവശ്യമായ ഒരു ഭാവത്തിലുള്ളൊരു ചിത്രമായിരുന്നു. അപ്പോൾ ഇത് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചു. രണ്ടാമതാണ് ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത ആ ചിത്രം ചെയ്തത്. രണ്ട് ചിത്രങ്ങളാണ്, ഒന്ന് മോഹൻലാലിൻ്റെയും ഒന്ന് അമ്മയുടെയും. ഈ രണ്ടും ആണ് കൊടുത്തത്. ഈ കലോത്സവ വേദിയിൽ നമ്മൾ ആ ഒരു ദൃശ്യങ്ങൾ കണ്ട കലോത്സവ വേദിയിൽ ഈ മോഹൻലാലിൻ്റെ കൂടെയും ഇത്രയും വലിയ മന്ത്രിമാരടക്കമുള്ള വലിയ വ്യക്തികളുടെ കൂടെയൊക്കെ എത്തി ആ സ്റ്റേജിൽ നിന്നും ഇത് കൈമാറിയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം എന്താണ്? യഥാർത്ഥത്തിൽ ഇപ്പോൾ തന്നെ ആലോചിച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ കൃഷ്ണൻ്റെ സന്നിധിയിൽ കുചേലൻ ചെന്ന ആ പ്രതീതിയാണ് ഉണ്ടായത്. പറയുകയാണെങ്കിൽ ഒരു സിനിമ നന്ദനത്തിൽ നവ്യ നായരുടെ കഥാപാത്രം പറയുന്നു, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ കണ്ടില്ല. അതാണ് എൻ്റെ അനുഭവം. ആ പ്രൊഫൈലെല്ലാം മങ്ങിപ്പോയി എന്ന് വേണം പറയാൻ. യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. തീർച്ചയായിട്ടും. എന്തായാലും ഇവിടെ വേറെ ഒരുപാട് സാധനങ്ങൾ നാരായണേട്ടൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എത്ര വർഷമായി ശരിക്കും ഇത് തുടങ്ങിയിട്ട്, ഈ ഒരു നിർമ്മാണങ്ങൾ തുടങ്ങിയിട്ട് ഒരു 10-35 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. അതിനു മുന്നേ ഒരു 50 വർഷത്തോളമായി ചിത്രരചനയുടെ ലോകത്തുണ്ടായിട്ട്. ഈ ഇങ്ങനെയുള്ള സൃഷ്ടികൾ ഏതാണ്ട് ഒരു 35 വർഷത്തിന് മേലെ ആയിട്ടുണ്ട്. ഓരോന്ന് മനസ്സിൽ വരുമ്പോൾ അത് ചെയ്യുക, അതിൻ്റെ പിന്നാലെ പോകുക എന്നുള്ളതാണ്. ഒരു സൃഷ്ടി കഴിഞ്ഞതിന് ശേഷമേ അടുത്തൊരു സൃഷ്ടിയിലേക്ക് പോകുകയുള്ളൂ. പ്രധാനമായും ഈ മുട്ടത്തോട്, അതുപോലെ ചിരട്ട, മരത്തടികൾ, ഇത്തരം സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഈ ഒരു രൂപങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലേ? അത് എന്ത് മാധ്യമം ഉപയോഗിച്ച് നമുക്ക് എന്തും ചെയ്യാം എന്നുള്ളൊരു രീതിയാണ്. ഇപ്പോൾ ഇന്ന ഒരു വസ്തു കൊണ്ട് നമുക്ക് ഇന്നത് ചെയ്യാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് ആദ്യം എങ്ങനെ എന്നുള്ളത് ഉത്തരവുണ്ടാവില്ല. പിന്നീട് അതിന് തയ്യാറാകുമ്പോൾ അതിൻ്റെ വഴികളൊക്കെ താനേ വന്നുപെടുകയാണത്. ഇവിടെ ചില മണികൾ, അതുപോലെ തന്നെ ചില രൂപങ്ങൾ ഒക്കെ തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. ഇതൊക്കെ നാരായണേട്ടൻ്റെ നിർമ്മിതികളാണ്. ശരിക്കും ഇപ്പോഴും ഈ നിർമ്മാണ പ്രവർത്തികളുണ്ടല്ലോ. അപ്പോൾ ഈ ചെയ്യുന്നതിൽ ഏറ്റവും വലിയ ഒരു വർക്ക് എന്ന് പറയാൻ എന്താണ് ഉണ്ടാവുക? വലിയ വർക്ക് എന്ന് പറയുന്നത് ചുമർ ചിത്രമാണ്. 8/4 ചെയ്ത ഒരു അനന്തശയന ചിത്രം. 52 കഥാപാത്രങ്ങളുള്ള സന്താനഗോപാലൻ എന്ന ചിത്രത്തെ കഥയെ അടിസ്ഥാനമാക്കി ചെയ്ത ഒരു ചിത്രമാണ്.
പിന്നെ മരത്തിൽ ചെയ്തത് 4 അടി വ്യാസത്തിലുള്ള മഹാലക്ഷ്മിയുടെ ഒരു ശില്പമുണ്ട്. ഒരു വിരിഞ്ഞ താമരപ്പൂവിൽ മഹാലക്ഷ്മി 4 കൈകളോടുകൂടിയ മഹാലക്ഷ്മി ഇരിക്കുന്നതായിട്ടുള്ളൊരു ശില്പം നിലവിലുണ്ട്. എന്തായാലും നാരായണേട്ടൻ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായിരിക്കുകയാണ്. ആളുകളുടെ ഒരു ചോദ്യം, ആരാണ് ആ വ്യക്തി? മോഹൻലാലിന് ആ ഒരു സമ്മാനം കൈമാറിയ ആ ഒരു വ്യക്തി ആരാണ് എന്നുള്ളൊരു കൗതുകത്തോടെയുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ ഈ താണിക്കുടത്ത് എത്തി നിൽക്കുന്നത്. എന്തായാലും ഇനിയും ഇത്തരത്തിലുള്ള രൂപങ്ങളൊക്കെ ഉണ്ടാക്കി മോഹൻലാലിനെ പോലുള്ള വലിയ ആളുകൾക്കൊക്കെ സമ്മാനിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറമാൻ ചന്ദ്രജോസിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്, തൃശ്ശൂർ.